ആദ്യമായി ചോറുണ്ടാക്കുകയാണ്. അതിനായി ആദ്യമേ 1 കപ്പ് അരിയെടുത്തു. അരി നല്ലവണ്ണം കഴുകണം. കഴുകാനായി പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് വെള്ളമൊഴിച്ച് നല്ലവണ്ണം അതിനകത്ത് അഴുക്കെല്ലാം കഴുകിക്കളയുക. കളറ് ചേർത്ത അരിയാണോന്ന് അറിയത്തില്ല. 3-4 പ്രാവശ്യം കഴുകിയിട്ട് ചുമന്ന് തന്നെ ഇരിക്കുന്നു. എന്നാലും കഴുക്ക് നിർത്താൻ തീരുമാനിച്ചു. കഴുകി മാറ്റി വെച്ചു. അതിനുശേഷം കുക്കർ എടുത്തു. കുക്കർ കഴുകണം. കഴുകി വെച്ച കുക്കറാണ്, എങ്കിലും ഒന്ന് കഴുകിയേക്കാമെന്ന് വിചാരിച്ചു. പ്രിയ പത്നി പറഞ്ഞ അനുസരിച്ച് ഒരു അരപ്പാത്രം, അരപ്പാത്രത്തിന് മുകളിൽ വെള്ളം കുക്കറിനകത്ത് പിടിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അരി വേവിക്കാനുള്ള വെള്ളം റെഡി. ഈ വെള്ളത്തിലേക്ക് കഴുകി വെച്ച അരി നമുക്ക് ഇട്ട് വെക്കാം. അരിയും വെള്ളവും റെഡി. ഇനിയാണ് നമുക്ക് കുക്കർ അടച്ച് ലോ ഫ്ലെയിമിൽ വെക്കാവുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് വെക്കാം. ഓക്കെ, ആഹാ, ലോ ഫ്ലെയിം. ഓക്കെ, നമുക്ക് കുക്കർ അടയ്ക്കണം. ഇനി ഇതിനകത്തുനിന്ന് വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. കുക്കർ അടിക്കാനായിട്ട് ഞാൻ കുക്കർ ഒന്ന് റെഡിയാക്കട്ടെ. ഓക്കെ, കുക്കർ അടച്ചു, വെയിറ്റും ഒക്കെ ഇട്ടു. ഇനി നമുക്ക് അതിൻ്റെ വിസിൽ കേൾക്കാൻ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഫിഷ് ഉണ്ട്, അതൊന്ന് വറുക്കാൻ നോക്കാം. അതിനുവേണ്ടി ആദ്യം പറഞ്ഞൊരു നോൺ സ്റ്റിക്ക് എടുക്കാനാണ് പറഞ്ഞത്. നോൺ സ്റ്റിക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് തൂത്ത് വെടുപ്പാക്കിയതിന് ശേഷം ഞാനിപ്പോൾ മീൻ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നുണ്ട്. ഫിഷ് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അതെടുക്കാം. അതിപ്പോൾ എടുത്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ ചട്ടി ഇങ്ങനെ ചൂടാക്കണമല്ലോ. ചെറിയ ലോ ഫ്ലെയിമിൽ അത് വെച്ചു. ഇനി നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്ത ഫിഷ് നമ്മുടെ മൈക്രോവേവ് ഓവനിൽ നിന്ന് എടുത്തുകൊണ്ട് വരാം. ഓക്കെ, ഓവനിൽ ഡീഫ്രോസ്റ്റ് ചെയ്ത ഫിഷ് ഓഫ് ചെയ്തു. നോക്കാം. ഏകദേശമായിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ഓക്കെ, ഫിഷായി. കുറച്ച് എണ്ണ ഒഴിക്കണം. നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. ഓക്കെ, ഒത്തിരി ഹെൽത്ത് കൺസേൺ ആയ എൻ്റെ ഭാര്യ പ്രത്യേകം പറഞ്ഞായിരുന്നു കുറച്ച് എണ്ണ ഒഴിക്കാവുള്ളൂ. ചെറുതായിട്ട് എണ്ണ ഒഴിച്ചു. നോക്കാം ഇത്ര എണ്ണ മതിയോയെന്ന് അറിയത്തില്ല, എങ്കിലും നോക്കാം. ഓക്കെ, അവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ. നോക്കട്ടെ, എണ്ണ കുറച്ച് നേരം ചൂടാകട്ടെ അല്ലേ. ഓക്കെ, ഫിഷ് ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ. ഡീഫ്രോസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി ചൂട് കൂടിപ്പോയോ എന്നറിയത്തില്ല. അത് കൊള്ളാം. മേത്ത് തെറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നവൾ പറഞ്ഞില്ലായിരുന്നു. അയ്യോ, ഡീഫ്രോസ്റ്റ് ചെയ്തപ്പോൾ വെന്ത് പോയെന്നോ. ഓക്കെ, നോക്കാം. അങ്ങനെ ഫിഷ് ഫ്രൈ ശരിയായിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, പ്രത്യേകം പറഞ്ഞായിരുന്നു നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പോലെ ഇതേ ഉപയോഗിക്കാനാണ്, ഈ സ്പൂണ് ഉപയോഗിക്കാനുള്ളതെന്ന് പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് എല്ലാം സ്റ്റിക്കി ആയി മാറുന്നു. പിന്നെ നമുക്ക് നോക്കാം. ഓക്കെ, പാത്രം അടച്ച് വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കത് അടച്ച് വെക്കാനുള്ളൊരു സംവിധാനം നോക്കാം. അപ്പം അങ്ങനെ അടഞ്ഞിരുന്ന് പുകയായിരുന്നു ഇവിടെ നിറച്ചു. കുറച്ച് സമയം നോക്കാം. ഓക്കെ, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ അടപ്പിനകത്ത്. ഇവിടെ അരിയും കുക്കറും ഇരുന്ന് അങ്ങ് ചൂടാകുന്നുണ്ട്. നോക്കാം. ഓക്കെ, എനക്കൊന്നും കാണുന്നില്ല. കുറച്ച് സമയം ഇരിക്കട്ടെ അല്ലേ. ഓക്കെ, ഒരു സൈഡ് മറിച്ചിട്ടപ്പോൾ ഇതാണ് അവസ്ഥ. കരിഞ്ഞു പോയോ എന്നൊരു സംശയം. ആദ്യത്തെ സംരംഭം അല്ലേ. നമുക്ക് നോക്കാം. ഓക്കെ, കരിഞ്ഞതാണെങ്കിലും തിന്നാതെ ഒരു നിവൃത്തിയില്ലല്ലോ. ഒറ്റയ്ക്കായിപ്പോയില്ലേ ജീവിതം. സ്റ്റവിന് ചൂടിച്ചിട്ട് കൂടിപ്പോയെന്ന സമയം കുറച്ചുകൂടെ ലോ ആക്കി വെക്കാം അല്ലേ. ഓക്കെ,
ആദ്യത്തേത് കരിഞ്ഞു പോയെന്നാണ് തോന്നുന്നത്. ഇനി രണ്ടാമത്തേത് വെച്ചിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ സെറ്റ്. നോക്കാം, ഇതിനധികം പുക വരുന്നില്ല. ചിലപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടുകൊണ്ടായിരിക്കും. നോക്കാം, പല പ്രാവശ്യം ചെയ്ത് നോക്കിയാലല്ലേ ഒരു പ്രാവശ്യം ശരിയാകത്തുള്ളൂ. ലെറ്റ് സി. ആദ്യത്തേത് കുറച്ച് കരിഞ്ഞു പോയി, പക്ഷേ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇച്ചിരി കരിഞ്ഞ് ചുമയുണ്ടെന്നേ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യമല്ലേ, വിശന്ന് കഴിഞ്ഞാൽ കരിഞ്ഞതല്ല കത്തിയതാണെങ്കിലും തിന്നും. ഓക്കെ ഗൈസ്, ഈ ഒരു അറ്റംപ്റ്റ് കരിഞ്ഞു പോവുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടി അതിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനം. ആദ്യത്തെ ഒരു കയ്യബദ്ധം പറ്റി. എനിവേ ലെറ്റ്സ് സീ. ഓക്കെ, ഇത് കരിയുന്നില്ല എന്നാണ് തോന്നുന്നത്, കാരണം ചെറിയ ഫ്ലെയിമിലാണ് പറഞ്ഞത് വെച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ ചെറിയ ഫ്ലെയിമാണ്. ഓക്കെ, അങ്ങനെ മീൻ ഫ്രൈ ശരിയാകുമ്പോൾ തന്നെ നമ്മുടെ ചേട്ടായി ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. ചെറിയ വിസിലിൻ്റെ ഒരു ശബ്ദമൊക്കെ കേട്ട് തുടങ്ങുന്നുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, രണ്ടാമത്തെ അറ്റംപ്റ്റ് വലിയ കുഴപ്പമില്ല. അങ്ങനെ ഫിഷ് ഫ്രൈ റെഡിയാണ്. ഞാനങ്ങ് ഗ്യാസൊക്കെ അങ്ങ് ഓഫ് ചെയ്തുള്ള ചൂടത്ത് കുറച്ചുകൂടെ ഫ്രൈ ആകട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ കുക്കർ ചേട്ടൻ ഇങ്ങനെ കുറച്ച് നേരമായി മുകളിൽ ഇരിക്കുന്നുണ്ട്. വരട്ടെ അല്ലേ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് അച്ചാറുണ്ടാക്കി വെച്ചിരിക്കുന്ന എടുത്ത് പുറത്ത് വെക്കട്ടെ, തണുത്തിരിക്കുകയായിരിക്കും. ഗൈസ് കണ്ടോ, ലെമൺ ഡേറ്റ്സ് പിക്കിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇങ്ങനെ തുറന്ന് കുറച്ചെടുത്ത് പാത്രത്തിലേക്ക് തട്ടട്ടെ. എന്ത് കാണാനൊക്കെ എന്ത് ഭംഗിയല്ലേ, അതുപോലെ ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റ്.